ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സുമീസ് ടേസ്റ്റി കിച്ചണിൽ ഇത് 200ാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ സെലിബ്രേഷൻ്റെ വകയായി ഞാനിവിടെ ഇന്ന് മഫിൻസ് ആണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് പാലും 2 ടീസ്പൂൺ വിനാഗിരിയും ഒഴിച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് കേടിലാവട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് പാൽപ്പൊടിയും പഞ്ചസാരപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/4 കപ്പ് പാൽപ്പൊടിയും അതുപോലെ 1/2 കപ്പ് പഞ്ചസാരയുടെ പൊടിയുമാണ് ഇതിലേക്ക് ചേർത്തത്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് എടുക്കണം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരിക്കലും നിങ്ങൾ ഈ ഓയിൽ കോക്കനട്ട് ഓയിലൊന്നും യൂസ് ചെയ്യരുത്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ വേണം യോജിപ്പിച്ചെടുക്കാൻ. ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അലൂമിനിയം ഫോയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിത് ചെയ്യുന്നത് നമ്മുടെ ഈ മഫിൻ്റെ ഈ സെൻറ്ററിലായിട്ട് ഒരു ഹോള് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മഫിൻ ടിന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ മഫിൻ ടിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഈ കപ്പ് എടുത്താൽ മതി. ഇതാകുമ്പോൾ റീയൂസ് ചെയ്യാൻ പറ്റുന്നൊരു കപ്പാണ്. അപ്പോൾ കപ്പിൻ്റെ പേപ്പർ മോൾഡ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാകും. നമുക്ക് ബട്ടർ വെച്ച് നമുക്കിതൊന്ന് ഗ്രീസ് ചെയ്യാം, എന്നാൽ മാത്രമേ പെട്ടെന്ന് ഇത് ഇളകി കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഈ കപ്പിനുള്ളിലേക്ക് നമ്മുടെ ഈ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മുടെ സെൻറ്ററിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മഫിൻ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പേപ്പർ മോൾഡിനുള്ളിലേക്ക് ഇത് വെച്ചിട്ട് കേക്കിൻ്റെ കൂട്ടൊഴിക്കുക. എന്നിട്ട് ഇഡലി കുട്ടുവത്തിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇഡലി കുട്ടുവത്തിൽ എങ്ങനെയാണ് കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ ഇത് 25 മിനിറ്റ് എടുത്താണ് ബേക്ക് ആയത്. ഞാൻ ഇത് ഓവനിലാണ് ചെയ്തത്. ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ 10 മിനിറ്റ് മതിയാകും. 10 അല്ലെ 15 മിനിറ്റിനുള്ളിൽ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ മഫിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മഫിൻസാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും നമുക്കിത് മാറ്റാം. വേണമെങ്കിൽ നല്ലപോലെ ഒന്ന് ഹോളില്ലാത്തതാണെങ്കിൽ ഒന്ന് ഹോളിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ കണ്ടൻസ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കണ്ടൻസ് മിൽക്കിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിങ്ക് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തത്. ചേർത്തിട്ട് നമുക്ക് ഇതിനുള്ളിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാരുമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എങ്ങനെയാണ് വീട്ടിൽ സ്പ്രിങ്കിൾസ് ഉണ്ടാക്കുന്നത് എന്ന് ആ ലിങ്ക് കൊടുത്തിരിക്കാം. തീർച്ചയായും വീഡിയോ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു.